നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്നേ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി വെച്ചാൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു സാറ്, അദ്ദേഹം എനിക്കൊരു ഫോട്ടോയും വീഡിയോയും അയച്ചു തന്നു. നമ്മുടെ അടീനിയത്തിൻ്റെ തണ്ട് അല്പം വണ്ണം വെച്ച പോലെയായിട്ട് ഒരു ക്രാക്ക് വന്നിട്ട് പൊളിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു തരം പ്രാണി, വണ്ട് പോലത്തെ ചെറിയ ജീവികൾ, പെട്ടെന്ന് മനസ്സിലാവില്ല, അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിൻ്റെ വീഡിയോ അതോടൊപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ വന്നിട്ട് ആ ചെടി മുഴുവനും, അതിൻ്റെ ചെടിയുടെ സ്റ്റെമ്മിൻ്റെ തണ്ടിൻ്റെ നടുഭാഗം മജ്ജ പോലത്തെ ഭാഗമുണ്ട്, അത് പൂർണ്ണമായും തിന്ന് പോവുകയാണ്. അവർ തിന്ന് അടി വരെത്തും, കോഡക്സ് വരെ ചിലപ്പോൾ തിന്നുപോകും. അപ്പോൾ എന്താണ് ഇതെന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം അയച്ചത്. നമ്മൾ സാധാരണ എപ്പോഴും അടീനിയത്തിൻ്റെ പ്രൊട്ടക്ഷൻ വീഡിയോസിൽ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മളുടെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന കാര്യം മാത്രമാണ് യൂട്യൂബേഴ്സ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് അസുഖം വന്നാലും, എന്ത് പ്രശ്നം അടീനിയത്തിന് കണ്ടാലും ഫംഗൽ ഇൻഫെക്ഷൻ്റെ പല കമ്പനി വരുന്നുണ്ട്. ഇപ്പോൾ മാംഗോ സെബ് M45 ഉണ്ട്, സാഫ് ഉണ്ട്, ബാവിസ്റ്റിൻ ഉണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന. പക്ഷേ ഇത് നമ്മൾ ആക്ച്വലി ഇത് ചെയ്ത് പരിചയമില്ലാത്ത ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ അവർ ഈ സാഫ് അല്ലെങ്കിൽ മാംഗോ സെബ് അല്ലെങ്കിൽ ബാവിസ്റ്റിൻ പോലത്തെ ഇനിയും വേറെ കുറേ സാധനങ്ങളുണ്ട്, ഈ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് തേക്കാനും അത് കലക്കി ഒഴിക്കാനും അത് ചെടിയുടെ മേലെ സ്പ്രേ ചെയ്യാനുമാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത്. കുറേ സുഹൃത്തുക്കൾ ഇതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ചെറിയ ചീച്ചിൽ, കോഡക്സ് ഇങ്ങനെ ചീഞ്ഞു പോകുന്നു. അപ്പോൾ അടീനിയം പറിച്ചെടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അഴുകലുണ്ടാവും. അപ്പോൾ ആ ഭാഗം കത്തി കൊണ്ടൊക്കെ ചെത്തി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഈ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് നന്നായി തേച്ച് പിടിപ്പിച്ച് കെട്ടിത്തൂക്കി ഉണക്കി വീണ്ടും കുഴിച്ചിടും. അപ്പോൾ ഉണക്കുമ്പോൾ അതെല്ലാം ഉണങ്ങും. വീണ്ടും നനവ് തട്ടുന്നതോടുകൂടി വീണ്ടും ചെടി അഴുകാൻ തുടങ്ങുന്നു, പൂർണ്ണമായും നശിച്ചു പോകുന്നു. ഇത് സാധാരണ എല്ലാവർക്കും സംഭവിക്കില്ല. പക്ഷെ ആരും വലിയ ചെടി 10, 15, 20 വർഷം പഴക്കമുള്ള ചെടി പോയാലൊന്നും ആരും പറയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു മോശമല്ല, ഇത്രയും വലിയൊരു ചെടി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയും. എൻ്റെയിലും ചിലപ്പോൾ അഴുകാറുണ്ട്. അപ്പോൾ നമുക്ക് അഴുകി പോവാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. അപ്പോൾ അദ്ദേഹം കാണിച്ചു തന്ന ആ ഒരു തണ്ട് പൊളിച്ചപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ചെറിയ പാറ്റകൾ പോലെ ഒരു സാധനം ഇങ്ങനെ മുത്ത് കോർത്ത പോലെ വരിവരിയായിട്ട് താഴേക്ക് ഇരിക്കുന്നു, പൊളിച്ച് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്ന ആ ജീവി എന്ന് പറയുന്നത് ഗ്രബ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളിൽ പെട്ട ഗ്രബ്സ്, അല്ലെങ്കിൽ അതും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാരണം സ്റ്റെം ബോറർ എന്ന്, തണ്ട് തുരപ്പൻ, അതിൻ്റെ അതേപോലെ നമ്മളെ മാണവണ്ട് വരുന്ന അടിഭാഗം കിഴങ്ങും അല്ലെങ്കിൽ കോഡക്സ് ഭാഗത്ത് തിന്ന് കയറുന്ന വാഴയിലൊക്കെ വരുന്ന ഒരു തരം ബീറ്റിലുണ്ട്. ആ ബീറ്റിൽ, അതിനെ സിറാമിക് ബീറ്റിൽ എന്നൊക്കെ പറയാറുണ്ട്. അത്തരം ബീറ്റിലുകൾ അല്ലെങ്കിൽ പിന്നെ സ്റ്റെം ബോററുകളുടെ അറ്റാക്കാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഇത് സ്റ്റെം ബോററുകളുടെ അറ്റാക്ക് വന്നിട്ട് നിങ്ങളത് ഉള്ളിലാണ്, നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. എങ്ങനെ ഇത് സംഭവിക്കാൻ അറിയോ? ഇത് നമ്മൾ കടക്കിൽ പിന്നെ വേപ്പും മണ്ണാക്കും ഇതൊക്കെ ഇട്ടിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തു കരുതുക. ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇതിൻ്റെ ഈ സ്റ്റെമ്മ് തണ്ടിൻ്റെ എവിടെയെങ്കിലും ചെറിയ വിള്ളലുകളോ ക്രാക്കോ അല്ലെങ്കിൽ ഒരു ഹോളോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രൂൺ ചെയ്യില്ലേ, ഏറ്റവും ഡേഞ്ചർ അവസ്ഥയാണ് ആ പ്രൂൺ ചെയ്യുമ്പോൾ. പ്രൂൺ ചെയ്തിട്ട് ആ മുറിവായിൽ നമ്മൾ മെഴുകി തേക്കാതെ പ്ലെയിൻ ആക്കി, ഞാനത് ചെയ്യാറുണ്ട്, പ്ലെയിൻ ആക്കിയിടും. അപ്പോൾ പ്ലെയിൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ ബ്ലാക്ക് ഡോട്ട് കണ്ടുപിടിച്ചാൽ ഉറപ്പിക്കാൻ അതിൽ ബോറർ, സ്റ്റെം ബോറർ അതിൽ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഈ തണ്ടിൻ്റെ അറ്റത്ത് അങ്ങനെ കളർ ഉണ്ടോ എന്ന് നോക്കണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കത് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്റ്റെം ബോററിൻ്റെ അറ്റാക്ക് അറിയാത്തോടത്തോളം കാലം ഈ ചെടി നന്നായിട്ട് ഇങ്ങനെ നിൽക്കും. ചെടി നന്നായി നിന്നിട്ട് ചില ആൾക്കാർ പറയും, കഴിഞ്ഞ മാസം വരെ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്ന ചെടിയെ പെട്ടെന്ന് ഗ്രോത്ത് പോയി, ഇപ്പോൾ പൂ ഉണ്ടാവുന്നില്ല, ഗ്രോത്തും ഇല്ല എന്ന്. അതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ മജ്ജ മുഴുവൻ ഈ സ്റ്റെം ബോറേഴ്സ് ഇത് മുഴുവൻ അറ്റാക്ക് ചെയ്ത് തിന്നുന്നതാണ്. ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോൾ തിരിച്ചറിയുന്നറിയോ? ഇതിൻ്റെ ഇലയൊക്കെ പരമാവധി മുരടിച്ച് അതിൻ്റെ മജ്ജ മുഴുവൻ നഷ്ടപ്പെട്ട് ചെടി പൂർണ്ണമായും പോകാറാവുമ്പോഴാണ് നമ്മൾ അറിയുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റെം ബോറർ പോലത്തെ സാധനങ്ങൾക്ക് നിങ്ങൾ സാഫ് കലക്കി ഒഴിച്ചുകൊണ്ടോ ബാവിസ്റ്റിൻ കലക്കി ഒഴിച്ചതുകൊണ്ടോ മാംഗോ സെബ് M45 കലക്കി ഒഴിച്ചുകൊണ്ടോ ഒന്നും അതിനൊരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. കാരണം അതൊരു തരം കീടമാണ്. ആ കീടത്തിനെ കൊല്ലാനുള്ള മരുന്ന് അത് നോർമൽ കേസിൽ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേപ്പെണ്ണ കലക്കിയിട്ട് വേപ്പെണ്ണക്ക് ഇട്ട് കൊടുക്കാം, വേപ്പെണ്ണ കലക്കി ചെടിയുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പ്രൂൺ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഇതിൻ്റെ ടോപ്പിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് ഒരു കവർ ഇട്ട് കൊടുക്കുക. ഞാനൊരു ബ്ലാക്ക് കവറിങ്ങിൻ്റെ പരിപാടി ചെയ്യാറുണ്ട്. ആ കവർ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മുറിച്ച ആ സോഫ്റ്റ്നെസ്സിൽ വന്ന് അറ്റാക്ക് ചെയ്യണത് കുറയും. കാരണം ആ ബ്ലാക്ക് കവർ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് അറ്റാക്ക് ഇല്ല. പിന്നെ ഹോൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് മെഴുകി വെച്ച് അടയ്ക്കാം, നന്നായി നിരീക്ഷിച്ച് അറിയാൻ പറ്റും. ഇവിടെ എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും.
ഇനി അറ്റാക്ക് വന്നു എന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ അറ്റം കംപ്ലീറ്റ് മുരടിക്കുക, അല്ലെ കംപ്ലീറ്റ് മുരടിച്ച് ഒരു 3 മാസം ഒരേ അവസ്ഥയിൽ നിൽക്കും. അപ്പൊ മനസ്സിലാക്കാം ഇതിന്റെ സ്റ്റെമ്മിന് എന്തോ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൈവ കീടനാശിനി ആയിട്ടാണെങ്കിൽ നമ്മളിത് ആദ്യം തല മുറിക്കണം. തലൊന്ന് മുറിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം അതിൻ്റെ ഉള്ളിൽ ദ്രവിച്ച പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ വെപ്പെണ്ണ കലക്കിയിട്ട് നന്നായിട്ട് അതിലേക്ക് സ്പ്രേ ചെയ്ത് ഉള്ളിലേക്ക് ഇറങ്ങുന്ന തരത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് സോപ്പിൻ്റെ ഒരു ചെറിയ അംശം, കൂടുതലായ ചെടി ഉണങ്ങൂട്ടാ, സോപ്പ് ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് ഉള്ളിലേക്ക് ഇങ്ങനെ ആവുന്ന തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ അതിൻ്റെ ഉള്ളിലിരുന്ന് ചത്തുപോകും, അല്ലെങ്കിൽ അത് പുറത്ത് ചാടും. വേപ്പെണ്ണ മാത്രം കലക്കി ഒഴിച്ചാലും മതി. അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മറ്റൊന്നുള്ളത്, നിങ്ങൾക്ക് കടയിൽ കിട്ടുന്ന ഓർഗാനിക് കീടനാശിനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലാതെ രാസ കീടനാശിനിയാണെങ്കിൽ വളം വിൽക്കുന്ന കടയിൽ പോയിട്ട് ഈ തണ്ടുതുരപ്പൻ പുഴുവിനുള്ള ഏതെങ്കിലും ഒരു കീടനാശിനി വാങ്ങിയിട്ട് ഈ തണ്ടിലൂടെ മുകളിലൂടെ സ്പ്രേ ചെയ്ത് ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. കടക്കിൽ കലക്കിയിട്ട് ലൈറ്റായിട്ട് ഇതിൻ്റെ വേര് വലിച്ചെടുക്കുന്ന തരത്തിൽ, ചെടി അതിനെ വലിച്ചെടുക്കുന്ന തരത്തിൽ കൊടുക്കുക. അതിൻ്റെ മുകളിലൊന്ന് സ്പ്രേ ചെയ്യുക. ഇങ്ങനെ ഒരു 3-4 തവണ സ്പ്രേ ചെയ്താൽ ഇത് രക്ഷപ്പെട്ട് കിട്ടുള്ളൂ. പിന്നെ അടുത്തൊന്ന്, ഇങ്ങനെ അസുഖം കണ്ടു കഴിഞ്ഞാൽ ആ കണ്ട ചെടീനെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിക്കും. ഇപ്പോൾ ഇതിൽ അസുഖമുണ്ട്, പുഴുണ്ട്, ബീറ്റിലുണ്ട് എന്നൊക്കെ കാണിക്കും, അല്ലെങ്കിൽ ഗ്രബ്സ് ഉണ്ട്, സ്റ്റെം ബോറർ ഉണ്ട് എന്നൊക്കെ കാണിച്ചിട്ട് ഈ സ്റ്റെമ്മ് ബാക്കി ഇടുക നിങ്ങൾ ചെടിയുടെ കടക്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ചെടിയിലേക്ക് അല്ലെങ്കിൽ നിലത്തേക്ക് ഇടും. ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ ബീറ്റിൽ അവിടെ കിടന്നിട്ട് വീണ്ടും അത് വളരാൻ തുടങ്ങും. വളർന്നത് പാറ്റയായി പ്രാണിയായിട്ട് ബീറ്റിൽ വണ്ടായി മാറിയിട്ട് പറന്നു പോയിട്ട് വീണ്ടും വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിൽ ഓവർ അറ്റാക്ക് ഉള്ള ചെടിയാണെങ്കിൽ ചെടി മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ ചെടിയിലെ രാസകീട നിയന്ത്രണ മാർഗ്ഗങ്ങൾ ഏർപ്പെടുക. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, ഈ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് മാത്രം നിങ്ങൾ കൊടുത്തുകൊണ്ടതില്ല, അതും തന്നെ കേടാണ്, രാസകീടനാശിനിയും കേടാണ്. പക്ഷെ അത് നിയന്ത്രിതമായ രീതിയിൽ അടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അസുഖം ചെടികൾക്ക് ഈ പ്രശ്നം വരാതെ നോക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കുന്ന പരിപാടി വളരെ നന്നായിരിക്കും. ഞാൻ ചെയ്യാറുള്ളതാണ്, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അലക്സാണ്ടർ സാറുടെ ആ വീഡിയോ അയച്ചു തന്നതിന് വളരെ സന്തോഷം. അത് പബ്ലിക്കിന് ഉപകാരപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഞാനത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അവരോട് നമ്മുടെ ചാനലിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകളും കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്